ഹായ് മക്കളെ, ഞാനും FM സാറും കൂടെ ഇങ്ങനെ രാത്രി റിസൾട്ട് ഒക്കെ വന്ന് അത് കഴിഞ്ഞ് ഇങ്ങനെ സംസാരത്തിൽ ഒരു ഹോണസ്റ്റ് ടോക്കർ ആയിട്ട് ഈ വർഷത്തെ റിസൾട്ട്, അതിന്റെ അനാലിസിസ്, മാത്രമല്ല കട്ട് ഓഫ്, പിന്നെ കുറെ ആളുകൾ ചോദിക്കുന്ന എത്ര മാർക്കിന് MBBS കിട്ടും, ഇനി മാത്രമല്ല ഞാൻ റിപ്പീറ്റ് ചെയ്യണോ വേണ്ടയോ, ഇങ്ങനെ കുറെ ചോദ്യങ്ങളും കൺഫ്യൂഷനിലായിരിക്കും. നിങ്ങൾ പോലെ ആളുകളാണ് ഈ ക്വസ്റ്റൻ ആയിട്ട് രാത്രിയിൽ ഒരു ഒഴിവില്ല. അതെ, എത്ര മാർക്ക്, ഒരുപാട് മെസ്സേജ് ഉണ്ട്. ഇത്ര മാർക്ക് ഉണ്ട്, ഞാൻ റിപ്പീറ്റ് ചെയ്യണോ, ഇത്ര മാർക്ക് ഉണ്ട്, ഞാൻ വരണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പം അതിന്റെയൊക്കെ ഒരു കൃത്യമായ റിപ്ലൈ നിങ്ങളിലേക്ക് ഞങ്ങൾ തമ്മിൽ ഒന്ന് ഡിസ്കസ് ചെയ്ത് തരാൻ വേണ്ടിയാണ് ആക്ച്വലി ഈ ഒരു വീഡിയോ ചെയ്യുന്നതാണ്, അല്ലേ സാർ? സാർ, ഈ വർഷത്തെ റിസൾട്ടിനെ പറ്റി സാറിന്റെ ഒരു ഓവറോൾ അനാലിസിസ് എന്താണ്? ഈ വർഷത്തെ റിസൾട്ട് ഓവറോൾ ഗംഭീര റിസൾട്ട് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ഒരു എക്സാമിന് എത്ര മാർക്ക് വെച്ചിട്ടാണോ അവര് പഠിച്ചിട്ടുള്ളത്, ആ രൂപത്തിൽ പഠിച്ച കുട്ടികൾക്ക് ഇപ്രാവശ്യം അവര് ആ ഒരു പോയിന്റിലേക്ക് അവർ എത്തിയിട്ടില്ല. കാരണം 67 ആളുകൾക്ക് ഓൾ ഓവർ ഇന്ത്യ 720 മാർക്ക്. ഈ 720 എന്ന് പറയുമ്പോ 716 കിട്ടിയാൽ ഒട്ടും മോശമല്ല, 711 കിട്ടിയാൽ ഒട്ടും മോശമല്ല. കാരണം ഒരു ക്വസ്റ്റ്യന്റെ വ്യത്യാസമാണ് ഈ വരുന്നത്. 715 വരുമ്പോ ഒരു ആൻസർ തെറ്റിയ കുട്ടിയാണ്. അപ്പൊ 67 കുട്ടികൾക്ക് ചരിത്രത്തില്, ഇന്ത്യന്റെ ചരിത്രത്തിൽ, നീറ്റ് ചരിത്രത്തിൽ, AIPMTന്റെ ചരിത്രത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. 67 കുട്ടികൾക്ക് ഫസ്റ്റ് റാങ്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ ഒരു കാര്യം കൂടി പറയാം സാറേ. കഴിഞ്ഞ വർഷം 555 മാർക്ക് കിട്ടിയ കുട്ടിക്ക് റാങ്ക് കിട്ടിയത് 60,000, 60,000. ആ കുട്ടിക്ക് ഈ വർഷം 555 കിട്ടിയ കുട്ടിയുടെ മാർക്ക് ഏകദേശം എത്ര വരും സാർ ഒന്ന് പറയും? 1 lakh പ്ലസ് എന്തായാലും ഉണ്ടാവും. 1,34,000 ആണ് റാങ്ക്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ആ ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. 1,34,000 ആണ് ഈ വർഷം വന്ന റാങ്ക്. കഴിഞ്ഞ വർഷം അത് 60,000 ആണ് വന്നിട്ടുള്ളത്. അതാണ് അതിനൊരു വേരിയേഷൻ എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിനകത്ത് പ്രധാന കാരണം എന്ന് പറയുന്നത്, ഒരു ഓവറോൾ അനാലിസിസിൽ മനസ്സിലാകുന്നത്, ബയോളജി വളരെ സിമ്പിൾ ആയിരുന്നു. ബയോളജി ഭയങ്കര സിമ്പിൾ പേപ്പർ ആയതുകൊണ്ട് തന്നെ അത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, ഡയറക്ട്ലി ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെന്റ് ഒക്കെ കുറച്ച് ആ ഒരു ഡയറക്ട്ലി ആ ഒരു ക്വസ്റ്റ്യൻ വന്നുകൊണ്ട് തന്നെ ഫസ്റ്റ് ചാൻസുകാർ നന്നായി എന്ത് ചെയ്യാൻ തുടങ്ങി, സ്കോർ ചെയ്യാൻ തുടങ്ങി. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ഫസ്റ്റില്, നമ്മുടെ ഇന്റഗ്രേറ്ററിലെ ഫസ്റ്റ് ബാച്ച് ഈ വർഷമാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. നമ്മളെ ഗൗതമിന്റെ മാർക്ക് 703 ആണ്. അവൻ തെറ്റിച്ച ക്വസ്റ്റൻ ഏതാണെന്നറിയോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 ക്വസ്റ്റൻ അവൻ തെറ്റിച്ച്. അതവൻ ഈസി ആയിട്ട് ശരിയാക്കാവുന്ന, അവനും 720 720 വാങ്ങാവുന്ന ഒരു കുട്ടിയായിരുന്നു. മനസ്സിലായി. ഞാൻ പറഞ്ഞത് ഇപ്പൊ ക്വസ്റ്റ്യൻ ലീക്കിനെ പറ്റിയൊക്കെ ആളുകൾ സംസാരിക്കുന്നത്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം 720 ഒക്കെ ഈസിലി അച്ചീവബിൾ ആയിട്ടുള്ള പേപ്പർ ആയിരുന്നു. ഫസ്റ്റ് ചാൻസുകാരി വളരെ ഈ പറഞ്ഞ പോലെ പെർഫോം ചെയ്തുകൊണ്ട് തന്നെ, ബയോളജി സിമ്പിൾ ആയതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സ്, കെമിസ്ട്രി അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. പലർക്കും ഈ പറഞ്ഞ ഇന്റഗ്രേറ്റഡ് സ്കൂളിങ്ങും ഫൗണ്ടേഷനും ഒക്കെ കിട്ടി വരുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ബയോളജി ആയിരിക്കും പ്രശ്നം ഉണ്ടാവും. ബയോളജി അവർ ഈ പറഞ്ഞ പോലെ സിമ്പിൾ ആയി കഴിഞ്ഞാൽ അവർ നന്നായി സ്കോർ ചെയ്യും. ആ ഒരു കാര്യം കൂടിയാണ് ഈ വർഷത്തെ ഒരു റിസൾട്ടിൽ. പിന്നെ ഓൺലൈൻ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെ കണ്ടന്റ് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി, കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ അത്രയധികം റിവിഷനിലൂടെ കടന്നു പോകുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പഠിപ്പിക്കുക, റിവൈസ് ചെയ്യുക, ഇതുപോലത്തെ അക്കാഡമിക്സ് എല്ലാം കമ്പയർ ചെയ്യാൻ തുടങ്ങി പലരും. അപ്പം അവരും അത് ഫോളോ ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട് കൂടിയാണ് ഈ വർഷത്തെ ഒരു റിസൾട്ടിൽ കാണാൻ പറ്റുന്നത്. നമ്മുടെ 692 മാർക്ക് 692 മാർക്ക് കിട്ടിയ ഹിലാല് ഓൺലൈനിൽ നമ്മുടെ സൂപ്പർ കിങ്സ് കുട്ടിയാണ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ചാൻസ് ആണ്. അതോടൊപ്പം തന്നെ ഓൺലൈനിൽ നമ്മുടെ +2 ബാച്ച്, അതുപോലെ ഷാദ് ഫസ്റ്റ് അറ്റംപ്റ്റ് 692 മാർക്കാണ്. അപ്പൊ ഫസ്റ്റ് അറ്റംപ്റ്റുകാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ പേപ്പർ ആയിരുന്നു ഈ വർഷം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഡെഫിനറ്റ്ലി. അപ്പൊ ആ ഒരു കാര്യമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ട കാര്യം. ഈ വർഷത്തെ റിസൾട്ടിൽ ഉണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനിയിപ്പം ഞാൻ ചോദിക്കുന്നത് സാർ, ഒരു എക്സ്പെക്ടഡ് കട്ട് ഓഫ്, പിന്നെ ആര് റിപ്പീറ്റ് ചെയ്യണം, ഇതൊക്കെയാണല്ലോ പ്രധാന ചോദ്യങ്ങൾ. എക്സ്പെക്ടഡ് കട്ട് ഓഫ് എത്രയായിരിക്കും സാറിന്റെ ഒരു ഐഡിയ വെച്ചിട്ട്? എക്സ്പെക്ടഡ് കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം ഓൾ ഇന്ത്യയിൽ കയറിയിട്ടുള്ള, അതായത് ഒരു തേർഡ് അലോട്ട്മെന്റിൽ കയറിയിട്ടുള്ള ഒരു 22,000 ഓൾ ഇന്ത്യ റാങ്ക് കിട്ടിയ കുട്ടിക്കാണ് തേർഡ് അലോട്ട്മെന്റിൽ കയറിയിട്ടുള്ളത്. സ്റ്റേ വേക്കൻസി ഒക്കെ വരുമ്പോൾ 23, 24 വരെയൊക്കെ വന്നേക്കാം സ്ട്രേ വേക്കൻസിയിൽ കയറിയിട്ടുള്ളത്. അത് ഒരു 22,000ലേക്ക് വരണമെങ്കിൽ ഈ വർഷം മാർക്ക് ഏകദേശം എത്ര വേണ്ടി വരും? ആ ഒരു റേഞ്ച് വരും. അറൌണ്ട് ഒരു 665 മുതൽ 660 വരും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. കാരണം കുട്ടികളുടെ 660 പ്ലസ് ഒരു സേഫ് സോൺ ആണ്. പ്ലസ് ഒരു സേഫ് സോൺ ആണ്. ജനറൽ കാറ്റഗറിയിൽ സേഫ് സോൺ. ജനറൽ കാറ്റഗറി OBC എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് 5 മാർക്ക് ടു 10 മാർക്ക് എന്ത് ചെയ്യാം, വേരിയേഷൻസ് 5 മാർക്ക് താഴേക്ക് വരാം. 655 650 എന്നുള്ള റേഞ്ചിലേക്ക് എന്ത് ചെയ്യാം OBC കാറ്റഗറി മാറാം. അപ്പം അതാണ് ഒരു ഓൾ ഇന്ത്യ ഗവൺമെന്റ് MBBS കിട്ടാനുള്ള മാർക്ക് എന്ന് പറയുന്നത്.
അപ്പൊ അതുപോലെയാണെങ്കിൽ കേരളത്തിൽ അതിനേക്കാൾ കൂടാനുള്ള സാധ്യത തീർച്ചയായിട്ടും കൂടും. കാരണം കേരളത്തിൽ നമുക്ക് 12,000 റാങ്ക്, ഓൾ ഇന്ത്യ റാങ്ക് 12,000 കിട്ടിയ കുട്ടിയാ. അറൌണ്ട് 1020 റാങ്ക് വരെയുള്ള കുട്ടിയാണ് ഇവിടെ കയറിയിട്ടുള്ളത്. അപ്പൊ അവർക്ക് ഏകദേശം ഒരു മാർക്ക് എന്ന് പറയുമ്പോൾ 680 പ്ലസ് നമ്മൾ ഏകദേശം കേരള ഒരു ഗവൺമെന്റ് സീറ്റ് കിട്ടാനുള്ള ഒരു മാർക്ക് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക് ഒരു 680 വരെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ എത്തിയിട്ടുണ്ട് എന്നുള്ള ഈ വർഷത്തെ ഒരു കട്ട് ഓഫ് 680. അത് 675 680 എന്നുള്ള ലെവലിലേക്ക് എന്തായാലും കിട്ടും. അപ്പം എല്ലാവരോടും ഞാൻ ഇപ്പോഴും പല വീഡിയോയിലായിട്ട് പറയുന്നതാണ്, ഈ മെയിൻ ടോപ്പേഴ്സ് എല്ലാം കേരളത്തിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഓൾ ഇന്ത്യ കോട്ട വഴി ചെയ്യണം. അതെ, അതാണ് ഞാൻ ചെയ്യേണ്ടത്. അത് എല്ലാ കുട്ടികളും ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു നോൺ മലയാളിക്കും കേരളത്തിൽ MBBS സീറ്റ് നിങ്ങൾ കൊടുക്കരുത്, ഒരു റിക്വസ്റ്റ് ആണ്. ഓൾ ഇന്ത്യ കോട്ടയിൽ കിട്ടുന്ന കുട്ടികൾ ഇന്നിപ്പോ വേറൊരു സത്യം പറയട്ടെ, 711 കിട്ടിയിട്ടുള്ള ആളെ ഞാൻ പറയണോ, നമ്മളെ ഷിബിൻ ഇപ്പൊ വിളിച്ചിട്ട് ചോദിച്ചെന്താ അറിയോ, സർ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചേരട്ടെ. ഞാൻ പറഞ്ഞ എയിംസും ജിമ്മറും ഒക്കെ നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ട് പോരെ. അപ്പോ പക്ഷെ അവന് അടക്കം ആലോചിക്കുന്നത് കോഴിക്കോട് അപ്ലൈ ചെയ്തിട്ട് മാത്രം ഇതിലേക്ക് വരെയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞു ഇപ്പൊ തീരുമാനം എടുക്കണ്ട. മാത്രമല്ല സാർ ഞാൻ ഉദ്ദേശിച്ചത്, ഈ പറയുന്ന 15% ഓൾ ഇന്ത്യ കോട്ടയുണ്ടല്ലോ, അതെ അത് ഉപയോഗിച്ച് കേരളത്തിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചു കഴിഞ്ഞാൽ നോൺ മലയാളീസ് ആയിട്ടുള്ള ടോപ്പേഴ്സ് ഈ പറഞ്ഞ കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അപ്പൊ അതുകൊണ്ട് ആ 15% സീറ്റ് ഓൾ ഇന്ത്യ മെഡിക്കൽ കോളേജുകളൊക്കെ ട്രൈ ഔട്ട് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് കേരള ടോപ്പേഴ്സ് 15% എന്തുണ്ട് ഓൾ ഇന്ത്യ കോട്ട കേരള മെഡിക്കൽ കോളേജ് ഉണ്ട്. അപ്പൊ ഓൾ ഇന്ത്യ വഴി തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചൂസ് ചെയ്യാന്നുള്ളൊരു കാര്യം നിങ്ങൾ ചെയ്യാം. അത് പുറത്തൊരു നോൺ മലയാളിക്ക് എന്ത് ചെയ്യരുത്, കേരളത്തിലെ സീറ്റ് കൊടുക്കരുത്. അവരോടുള്ള ദേഷ്യം കൊണ്ടല്ല, നമ്മുടെ പാവം മക്കളുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ് എന്ത് ചെയ്തത് അത് പറഞ്ഞു പോകുന്നത്. അപ്പം അതൊരു കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി സാറേ, പിന്നെ ഇവർക്കുള്ള സംശയം എന്ന് പറയുന്നത്, ആരാണ് ഇനി റിപ്പീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആർക്ക് റിപ്പീറ്റ് ചെയ്യാമെന്നുള്ളൊരു കാര്യം. ഞാൻ എന്റെ ഒരു കാര്യം പറയാം. അതായത് റിപ്പീറ്റ് ഇപ്പം മാർക്ക് ഏകദേശം ബോർഡറിൽ പോയോ, അവരൊന്നുമല്ല റിപ്പീറ്റ് ചെയ്യേണ്ടത് ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, അവര് എക്സാം എഴുതിയ സമയത്ത് അവർക്ക് കൃത്യമായിട്ട് അവർക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റണം. എന്തുകൊണ്ടാണ് ഞാൻ ഇത് ലാക്ക് ചെയ്തത്, ഡെഫിനറ്റ്ലി എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടെന്നുള്ള കൃത്യമായ മെജോറിറ്റി ആളുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം റിവിഷൻ ഉണ്ടായിരുന്നില്ല. അതായത് ഒരു തവണ പഠിച്ചു തീർന്നപ്പോൾ തന്നെ വർഷം കഴിഞ്ഞു പോയി, റിവിഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല, എക്സാംസ് കറക്റ്റ് ആയിട്ട് റെഗുലർ ആയിട്ട് എടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റ് പ്രോപ്പർ അല്ലായിരുന്നു, ഞാൻ മോക്ക് എഴുതാറേ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കുട്ടി വിളിച്ചിട്ട് ചോദിച്ചാണ്, സർ ഫിസിക്സ് പഠിച്ചോടത്താണ് എന്റെ പ്രശ്നം, എനിക്കറിയാം എന്താ പ്രശ്നം. അങ്ങനെ സ്പോട്ട് ചെയ്യാൻ പറ്റിയ ആളുകൾ സ്പോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ് അല്ലെ, അത് ഈ വർഷം സോൾവ് ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, അതെ ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവരാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. എല്ലാവരും കൂടെ റിപ്പീറ്റ് ചെയ്യുക എന്ന രീതിയിലേക്ക് നിങ്ങൾ പോകരുത് എന്നാണ് എന്റെ അഭിപ്രായം. അതാണ് റിപ്പീറ്റ് ചെയ്യുന്ന തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. കാര്യം ഇപ്പം 2 വർഷം കഴിഞ്ഞാണോ നിങ്ങൾ ഡോക്ടർ ആയത്, അല്ലെങ്കിൽ 3 തവണ എടുത്തിട്ടാണോ ഡോക്ടർ ആയെന്നുള്ള, ഡോക്ടർ ആയിക്കഴിഞ്ഞാൽ ആരും നിങ്ങളോടൊന്നും ചോദിക്കാനൊന്നും പോകുന്നില്ല. അത് ഡെഫിനറ്റ്ലി ഒരിക്കലും ചോദിക്കില്ല. അപ്പം അതൊന്നും പറയില്ല. പക്ഷെ നിങ്ങളൊരു സാധനത്തേക്ക് ഒരു സ്റ്റെപ്പും കൂടെ എടുക്കാൻ പോവാണ്. ഇനി ഒരു വർഷം നീണ്ടിരിക്കുന്ന ഒരു ജേർണിയിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. ഞാനത് പോണോ വേണ്ടിയത് നിങ്ങൾ ആരോട് ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല. അത് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്, അല്ലേ സാർ? അവര് തന്നെ ചോദിക്കേണ്ടതാണ്, ഞാൻ എന്തുകൊണ്ടാണ് അവർക്ക് അത് എക്സൽ ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇറങ്ങാം. അപ്പം അതിലിറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് എനിക്ക് കിട്ടാതെ പോയെന്നുള്ള കൃത്യമായ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പേപ്പറും പേനയും എടുത്ത് 1 by 1 എഴുതണം. ഇതൊക്കെ എനിക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഈ വർഷം എന്നുള്ളത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, അതെല്ലാം നിങ്ങൾക്ക് ടിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഈ പണിക്ക് എന്ത് ചെയ്യുക, ഇറങ്ങുക എന്നുള്ളതാണ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം. അതിനാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ഈ പറഞ്ഞ പോലെ, നിങ്ങൾ ഈ പറഞ്ഞ ഫിനിക്സ് ബാച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി മുമ്പോട്ട് നിങ്ങളിലേക്ക് വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ സൈലത്തിന്റെ റിസൾട്ട് സാർ ഇനി വരാൻ പോകുന്ന ആളുകളോട് പറയണേ ഏറ്റവും മെയിൻ കാര്യങ്ങളൊന്നും എന്താണ് സൈലത്തിന്റെ റിസൾട്ടിനെ കുറിച്ച്? സൈലത്തിന്റെ റിസൾട്ട് പറയുമ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത്, ഒരു 4th ഇയറില് ഒരു സ്ഥാപനത്തിന് ഒന്ന് ചെയ്യാൻ പറ്റും. ഹൈബ്രിഡിന്റെ 3rd ഇയർ, ഇന്റഗ്രേറ്റഡ് ഫസ്റ്റ് ഇയർ. അതെ ഇന്റഗ്രേറ്റഡ് ഫസ്റ്റ് ഇയർ, ഹൈബ്രിഡിന്റെ 3rd ഇയർ, ഓൺലൈനിൽ നമ്മൾ വന്നിട്ട് 4th ഇയർ. അപ്പൊ നമ്മുടെ മൊത്തം ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ നമുക്ക് ആകെ 4 വർഷത്തെ ചരിത്രമാണ് പറയാനുള്ളത്. ഹൈബ്രിഡിന്റെ 3rd ഇയറിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്നേ വരെ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത 700-ന് മുകളിൽ 10 പേര് 700-ന് മുകളിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റ് റിസൾട്ട്. അതിൽ 2 ടോപ്പേഴ്സ് 711 ഒരാള് ഫിനിക്സും ഒരാള് നോർമൽ വീര ബാച്ചുമാണ്. അപ്പൊ 2 ബാച്ച് സെക്കൻഡ് റിപ്പീറ്റ് നമുക്ക് എന്തുണ്ട് റിസൾട്ട് ഉണ്ടാക്കി. ഒരാൾ ഫിനിക്സ് ബാച്ചിലുള്ള ആളാണ് 711 കിട്ടിയ ആള്, മറ്റേ ആള് നമ്മളെ നോർമൽ വീര ബാച്ച്, നോർമൽ ഹൈബ്രിഡ് ബാച്ചിൽ റിപ്പീറ്റഡ് ബാച്ചിൽ നിന്നാണ്. അപ്പൊ 2 പേരും ഈക്വലി എന്ത് ചെയ്തു, കോമ്പറ്റീവ് ആയിട്ട് മുമ്പോട്ട് വന്നു. ഫിനിക്സിൽ നിന്ന് മാത്രമാണ് റിസൾട്ട് വരുന്നത് ഞങ്ങൾ ഒരിക്കലും പറയില്ല, നോർമൽ ബാച്ചിൽ നിന്ന് വരുന്നത്. അങ്ങനെ ഡൗട്ട് ഉണ്ട്. കാരണം ഫിനിക്സ്
ഫിനിക്സ് ബാച്ചിൽ കയറിയാൽ മാത്രമേ റിസൾട്ട് Result ആവുള്ളൂ, ഉള്ളൂ. അവിടെ അല്ല, മാത്രം അല്ല, അല്ല. സ്പെഷ്യൽ ടീമാണെന്നൊക്കെ ഉള്ള ഒരു അതെ, അതെ, തെറ്റിദ്ധാരണ. ഒരിക്കലും അങ്ങനെയല്ല, എല്ലാ ബാച്ചുകൾക്കും അതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. Yes. അവിടെ നമ്മൾ തിയറി കുറച്ച് കുറവായിരിക്കും അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതെ അതെ അതെ. അതാണ് ആ ഡിഫറൻസ് മാത്രം. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു മാത്രമല്ല റിസൾട്ട്. നമ്മുടെ ഇന്റഗ്രേറ്റഡ് ബാച്ചിൽ നിന്ന് 703 692 Yes, yes. ഒരാളല്ല ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. അപ്പൊ അത്രയും അധികം റിസൾട്ടുകളാണ് നമ്മൾ ഈ ഈ വർഷം 80 പേരുള്ള നീറ്റ് ബാച്ചിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും അധികം റിസൾട്ടുകൾ സൈലത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ സൈലത്തിന്റെ റിസൾട്ട് കണ്ട് തന്നെ സൈലത്തിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എത്താം. ക്ലാസ് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഓൺലൈനിൽ കാണുന്നതാണ്, വിച്ച് ഈസ് ഫാർ ബെറ്റർ. അത് കേരളത്തിൽ MBBS കിട്ടുന്ന എല്ലാവരും തന്നെ കാണുന്നതാണ് സൈലത്തിന്റെ ക്ലാസ്. പിന്നെ നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റത്തിനെ കുറിച്ച് അവർക്ക് അറിയാം, നമ്മുടെ DPP യെ കുറിച്ച് അതെ, അറിയാം, അതെ. നമ്മുടെ ക്ലാസിന്റെ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ ഒരുപാട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് സാർ, എക്സ്പീരിയൻസ് ചെയ്യേണ്ടവര്. അതെ, നമ്മുടെ ഹൈബ്രിഡ് മെറ്റീരിയലിനെ കുറിച്ചിട്ട് വളരെ ഫ്രാങ്ക്ലി പറയാം, നിങ്ങൾക്ക് അതിനെ ട്രസ്റ്റ് ചെയ്യും. അതെ അതെ, നിങ്ങൾ അത് പഠിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 720 720 സ്കോർ ചെയ്യാം. കാരണം അതിൽ NCERT എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത ബാച്ച് എന്ന് തുടങ്ങുന്നല്ലേ സാറേ? ജൂൺ 10 ജൂൺ 10 നമ്മൾ റിപ്പീറ്ററും റിപ്പീറ്ററായ ഫിനിക്സ് ബാച്ച് രണ്ടും ആരംഭിക്കുകയാണ്. ഫ്രഷ് ആയിട്ട് ഒന്നിന് തുടങ്ങാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾ ഇനി അതിനേക്കാണ് ഇറങ്ങുന്നതെങ്കിൽ നീറ്റ് ബാച്ചും JEE ബാച്ചും നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ പറഞ്ഞ കീം എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞ് 9ാം തീയതി കഴിഞ്ഞ് നിങ്ങൾക്ക് 10ാം തീയതി തൊട്ട് എന്ത് ചെയ്യാവുന്നതാണ്, തുടങ്ങാവുന്നതാണ്. 15-ന് നമ്മൾ അടുത്തൊരു ബാച്ചും കൂടെ തുടങ്ങുന്നുണ്ട്. അപ്പൊ 2 ബാച്ചുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഈ 2 ഡേറ്റിൽ സ്റ്റാർട്ട് ചെയ്യാം. ജൂണിൽ നമ്മൾ തുടങ്ങും, December 15 ആകുമ്പോൾ നമ്മൾ സിലബസ് തീർക്കും. പിന്നെ നമ്മുടെ LMRP അല്ലേ സാറേ, ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്രോഗ്രാം, റിവിഷൻ. അപ്പൊ അതില്ലാത്തതാണ് പലർക്കും പ്രശ്നം തന്നെ. 60 ദിവസം നീണ്ടു നിൽക്കുന്ന കംപ്ലീറ്റ് റിവിഷൻ നമുക്ക് ഒരു റൗണ്ട് റിവിഷൻ എന്ന് പറയുന്നത് വെറും എക്സാം മാത്രമല്ല, ഒന്നും കൂടെ പഠിപ്പിക്കും. തീർച്ചയായിട്ടും ആ ഇതിലൂടെ പോകും. വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങൾ എക്സാമിൽ അറ്റൻഡ് ചെയ്യുക. അതിന്റെ ഡീറ്റെയിൽ ഡിസ്കഷൻ, അതിന്റെ കൂടെ തിയറിയും പറയും. തിയറി പറഞ്ഞ് ആ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന പോകുന്ന LMRP ഉണ്ടാകും. ഇത് കഴിഞ്ഞാൽ 2 മാസം കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യും, മോഡൽ എക്സാമുകൾ എഴുതി, മോക്ക് എക്സാമുകൾ എഴുതിച്ചിട്ട് GIB എല്ലാം എഴുതിച്ചിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ, ലാസ്റ്റ് എക്സാമിലേക്ക് നമ്മള് അടുത്ത നീറ്റിന് വേണ്ടി 2025-ന് വേണ്ടി നിങ്ങളെ വിടുള്ളൂ. അതിലൊരു സംശയവും വേണ്ട. അത് കൂടാതെ സാറേ PWന്റെ AITS എക്സാമിനേഷനും ഇവർക്ക് ഉണ്ടാകും. ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസും ഇത്തവണ കൃത്യമായി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഓൾ ഇന്ത്യയിലെ കുട്ടികളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു PWയിൽ ഇത്തവണ, Air 1 ഉണ്ടായിരുന്നു, 720 ഔട്ട് ഓഫ് 720. നമ്മളത് പറയേണ്ട ആവശ്യമില്ല, അവിടെ അതുമുണ്ട്. അത്രയധികം 700+. PWയും സൈലും തമ്മിലുള്ള ബന്ധം അവർക്കറിയാം, രണ്ടും ഒന്ന് തന്നെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ റിസൾട്ട് വന്ന ഈ ഒരു രാത്രി. അപ്പൊ സങ്കടപ്പെടേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ഇന്ന് എല്ലാവർക്കും ഒരു സങ്കടം ഉണ്ടാവും, മാർക്ക് കുറഞ്ഞവർക്ക് എല്ലാവർക്കും റിലാക്സ് ചെയ്യുക. നാളെ ഇരുന്ന് രാവിലെ തീരുമാനിക്കുക. നമ്മൾ എന്തായാലും ഈ വർഷം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, തകർക്കും. നമ്മൾ അടുത്ത തവണ ഇത്തവണ നിങ്ങൾക്ക് പോരായ്മ വന്നവരെ എല്ലാവരെയും കയറ്റി മുമ്പോട്ട് കൊണ്ടുവന്നിരിക്കും. ഒരു സംശയവും വേണ്ട. കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക അല്ലേ സാറേ? ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.